Okay, welcome to all. I am Satish Kumar. നമ്മൾ CBSE സ്റ്റേറ്റിലേക്ക് വരുന്ന ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി 10th സ്റ്റാൻഡേർഡ് ഇലക്ട്രിസിറ്റി പാർട്ട് 12ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹീറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇലക്ട്രിക് പവറിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? സോ അതായത് നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് നമ്മൾ ഇതിന് മുമ്പൊക്കെയുള്ള ക്ലാസ്സുകൾ, കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് പവർ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. മറ്റേത് നമ്മൾ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് പവർ. അതായത് നമ്മൾ എത്ര ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തു, ഉപഭോഗം ചെയ്തു എന്നുള്ളതാണ്. എത്രയാണ്, അതാണ് നമ്മൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഹീറ്റ് H = V × I × T അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റ്. അങ്ങനെയാണെങ്കിൽ പവർ P = V × I ആണ്, ഇവിടെ T ഇല്ല. ഇപ്പം നമുക്ക് V നമ്മളിത് നേരത്തെ ഒരിക്കൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് V = I × R ആണെങ്കിൽ അവിടെ വിക്ക് പകരം, പവർ പിയുടെ വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? I × R കൊടുക്കാം. P = I × R, that = I² R വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐക്ക് പകരം V/R കൊടുത്താലോ? V/R ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇക്വേഷൻ ചേഞ്ച് ആയി പവർ P = V × V/R = V²/R. ഓക്കെ, അടുത്തത് എന്താണ്? 1 വാട്ട് അല്ലെങ്കിൽ ഒരു വാട്ട്, ഒരു പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പം 1 വാട്ട് = 1 വോൾട്ട് × 1 ആംപിയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഡിനോട്ടഡ് ബൈ എങ്ങനെയാണ്? കിലോ വാട്ട് അവറിലാണ്. ചെറുതിലെന്ന് പറയാൻ മറ്റേ സ്മോൾ ആയി പോയതുകൊണ്ട് അതുകൊണ്ട് തന്നെ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ വാട്ട് അവർ ആണെങ്കിലോ 1000 വാട്ട് × 3600 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അത് 3006 × 10⁶ watt per watt second. Okay, thank you.